വചനം കാലുകൾക്ക് ദീപം. Thy word is a lamp unto my feet. ദൈവത്തിൻ്റെ വചനം 119-105 വാക്യമാണ് സങ്കീർത്തനത്തിലേത്. ഈ വചനം നമുക്ക് വഴികാട്ടിയാണ്. വചനം വഴികാട്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വഴികാട്ടിയായിട്ട് വചനം നിൽക്കുമ്പം നീതിമാന്മാരുടെ മുമ്പിൽ ഈ വഴി തുറന്നു തരുന്നത് വചനമാണ്. വചനമില്ലാതെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം ഇരുട്ടിലേക്ക് പോകും. നമ്മൾ അറിയാതെ നമ്മൾ ഇരുട്ടിലേക്ക് മാറിപ്പോകും. കർത്താവിൻ്റെ പരിശുദ്ധാത്മ നമ്മളോട് വേണം നമുക്ക് വഴികാട്ടി തരുന്നത് ഒരു ചെറിയ ലൈറ്റായിട്ട്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യകാലങ്ങളിൽ നമ്മൾ കാണിക്കുന്ന കർത്താവ് ഒരു ചെറിയൊരു വിളക്കായിട്ട് കാരണം നമ്മൾ വലിയ പ്രകാശത്തിലല്ല നിൽക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ വിളക്ക് നമ്മുടെ മുമ്പിൽ അത് മതി ആ ഒരു പ്രശ്നത്തിന്. പക്ഷെ കുറച്ച് കഴിയുമ്പം കർത്താവ് കാണിക്കും ഈ ചെറിയ മെഴുകുതിരി പോലെ അല്ലെങ്കിൽ ചെറിയ വിളക്ക് മാറിയിട്ട് റാന്തൽ വിളക്ക് തരും. അപ്പോൾ റാന്തലിന് ഇച്ചിരും കൂടെ കുറച്ചും കൂടെ കാണും. അത് കഴിയുമ്പോൾ കർത്താവ് വലിയ ട്യൂബ് ലൈറ്റ് പോലെ, പിന്നെ അങ്ങോട്ട് സൂര്യപ്രകാശം പോലെ വരും. ഇങ്ങനെയാണ് ഘട്ടം ഘട്ടമായിട്ടാണ് ഈ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ. ഓരോ പ്രയാസത്തിനും ഇങ്ങനെയാണ് യാത്ര. അപ്പോൾ ഇരുട്ടിലിരിക്കുമ്പോഴാണ് പ്രയാസം ഒത്തിരി വലുതായിട്ട് തോന്നുന്നത്. പക്ഷേ വചനം എടുത്തു കഴിയുമ്പോഴത്തേക്ക് പ്രയാസം അഴിഞ്ഞഴിഞ്ഞു പോകുന്നത് നമുക്ക് കാണാം. നമുക്ക് നീതിമാന്മാരുടെ വഴികാട്ടി ദൈവത്തിൻ്റെ വചനമാണ്. അപ്പം നമ്മൾ ജീവിതത്തിൽ പഴയ നിയമത്തിൽ 13-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. രാത്രികാലത്ത് പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ്. അപ്പോൾ പകൽ അവർക്ക് വലിയ വെയിൽ കൊണ്ട് നടക്കാൻ വയ്യ. അന്നേരം ദൈവം തമ്പുരാൻ മേഘം കൊണ്ട് തണൽ കൊടുത്തു. രാത്രിയിലോ തൻ്റെ വെളിച്ചം, രാത്രി അഗ്നി കൊണ്ടൊരു തൂണ് പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇവരുടെ മുമ്പിൽ. അതുകൊണ്ടാണ് അങ്ങനെയാണ് അവർ മരുഭൂമിയിൽ മിസ്രൈമിൽ നിന്ന് വന്നപ്പോൾ ഇസ്രായേൽ ജനത കനാൻ ദേശത്തേക്ക് പോകുന്ന യാത്രയിൽ ദൈവം വഴികാട്ടിയായിട്ട് നിന്നു കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങൾ, കണ്ണുനീരിൻ്റെ പുറത്ത് കണ്ണുനീരുള്ള ചിലരൊക്കെ എന്നെ ഫോൺ വിളിച്ച് വരുമ്പോൾ അവർക്ക് പ്രയാസം അല്ലാതെ ഒന്നും പറയാനില്ല. നമ്മളും കുറച്ച് കഴിയുമ്പോൾ നമ്മളും അങ്ങനെ ആയിപ്പോകുമെന്ന് പേടിക്കണം. ഈ കണ്ണുനീരിൻ്റെ കാര്യം തന്നെ ഇവർക്ക് പറയാൻ. എന്നെ വിളിക്കുന്ന പലർക്കും ഭാരങ്ങളാണ്. ഞാൻ എപ്പോഴും ചോദിക്കും, നിങ്ങളുടെ ഭാരങ്ങൾ തീർന്നിട്ട് ഉത്തരം കിട്ടിയിട്ടാണോ വിളിക്കാൻ? പലപ്പോഴും ഉത്തരം കിട്ടി കഴിയുന്നുണ്ട്, പിന്നെ പ്രശ്നം വേറെ ഏതാ പറയുന്നത്. പക്ഷെ ആത്മാവിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ജീവൻ്റെ വഴി വേദപുസ്തകത്തിനകത്തുണ്ട് എന്നും അതെടുത്ത് വായിച്ചാൽ നമുക്ക് ദർശനങ്ങൾ, കർത്താവിൻ്റെ പ്രകാശം നമ്മുടെ മുമ്പിൽ വരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം തമ്പുരാൻ മോശയോട് നേരിട്ട് സംസാരിച്ചു ഒരു ദൈവമാണ്. കർത്താവിൻ്റെ മുമ്പിൽ മിസ്രൈമിലേക്ക് പോകുന്നതിന് മുമ്പ് മോശ പറയുന്നു, എനിക്ക് നിന്നെ നേരിട്ടൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന്. ദൈവം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ സാധാരണ ദൈവത്തിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ജീവിക്കാനൊക്കത്തില്ല. പക്ഷെ ദൈവത്തിന് മോശയുടെ ചോദ്യത്തിൽ സന്തോഷമുണ്ടായിട്ട് ദൈവം പറഞ്ഞു, ശരി, നീ ചോദിച്ചതുപോലെ ഞാൻ എന്നെ തന്നെ കാണിക്കാം. തൻ്റെ കൈകൊണ്ട് മറച്ചിട്ട് പാറയുടെ പിളർപ്പിനകത്ത് ദൈവം മോശയെ സൂക്ഷിച്ചിട്ട് തൻ്റെ വലത് കൈ കൊണ്ട് മറച്ചു പിടിച്ച് തൻ്റെ പിൻഭാഗം മാത്രമാണ് മോശയെ കാണിച്ചു കൊടുത്തത്. പിൻഭാഗം കാണിക്കുക എന്ന് പറയുമ്പം ദൈവത്തിൻ്റെ സ്വഭാവമാണ്. കർത്താവ് മഹാകരുണയും ദീർഘക്ഷമയും കരുണയും കൃപയും ദൈവമുള്ളവനാണ്. തലമുറയോളം അനുഗ്രഹിക്കുന്ന ദൈവമാകുന്നു. ശാപങ്ങളെ 3-4 തലമുറയും അനുഗ്രഹങ്ങൾ 1000 തലമുറയും നടത്തിത്തരുന്ന ദൈവം. ഇങ്ങനെ ദൈവത്തിൻ്റെ തൻ്റെ മഹത്വത്തെ, അതായത് തൻ്റെ സ്വഭാവത്തെയാണ് കാണിച്ചു കൊടുത്തത്. അത് മോശയ്ക്ക് വഴികാട്ടിയായിരുന്നു. ദൈവം ആരെ, അതായത് നമ്മൾ വിളിക്കുന്ന ദൈവം ആരെ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്കൊരു യാത്ര എളുപ്പമാണ്. വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് ഭർത്താക്കന്മാർ മിഡിൽ ഈസ്റ്റിലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലാണെന്ന് വിചാരിക്കുക. നമുക്ക് ഇംഗ്ലണ്ട് എവിടെയാണെന്നോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് എന്താണെന്നോ അറിയാൻ വയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ പോകും നമ്മൾ? നമുക്ക് പ്ലെയിനിൽ കയറി പോകണമെന്നൊക്കെ എല്ലാം അറിയാമെങ്കിൽ നമ്മൾ പോയിട്ടില്ല. പക്ഷേ വിളിച്ച ഭർത്താവ് വിശ്വസ്തനാകിയാൽ ആ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ആ സ്ത്രീ ഒരു മടിയും കൂടാതെ കയറി പ്ലെയിനിലോ ഷിപ്പിലോ വെള്ളത്തിലോ ചാടിയോ ഒക്കെ അവിടെ കയറി ചെല്ലും. എന്താ കാരണം? ബിക്കോസ് ഓഫ് ദ ലവ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വഴി അറിയാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തെ യഥാർത്ഥമായിട്ട് കണ്ടു കഴിയുമ്പോൾ, അവൻ നമുക്ക് വഴിയായിട്ട് വചനം തരുമ്പോൾ, പിന്നെ ഏത് പ്രശ്നങ്ങൾ വഴിയിലുണ്ടായാലും അതൊന്നും ഒരു ഭാരമല്ല. നമ്മൾ ആ വഴിയെല്ലാ തടസ്സങ്ങളെല്ലാം മാറ്റി നമ്മൾ മുൻപോട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണാം. അതാണ് കർത്താവിൻ്റെ വഴിയുടെ പ്രയോജനം. ദൈവം മോശയെ തന്നെ കാണിച്ചു കൊടുത്തോടുകൂടി മോശയ്ക്ക് ഫറവോൻ്റെ അടുക്ക പോകാൻ പിന്നെ പേടിയില്ലായിരുന്നു. ഫറവോൻ്റെ അടുക്ക പോകുക എന്ന് പറഞ്ഞാൽ ഓർക്കണേ, മോശ 40 വയസ്സായപ്പോൾ ഒരുത്തനെ കൊന്നതാണ്. ഒരു മിസ്രൈമിനെ കൊല്ലാൻ വിധിച്ചിരിക്കുന്ന ഒരു വ്യക്തി വീണ്ടും 80-ാം വയസ്സിൽ തിരിച്ചു പോവുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മഹാശക്തി കൂടെ ഇല്ലെങ്കിൽ പോകുമോ? പക്ഷെ മോശ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല.
നമ്മളെന്ത് തന്നെയാണ് ജീവിതഭാരങ്ങളിൽ ദൈവത്തെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. വെളിപ്പാടിൻ്റെ 15:3-4 അവൻ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ യഹോവേ, നിൻ്റെ പ്രവൃത്തി വലിയതും അത്ഭുതവുമായത്. ദൈവത്തിൻ്റെ പ്രവൃത്തി വലുതും അത്ഭുതവുമാണ്. അതായത് ദൈവം എത്രമാത്രം വലിയവനാണെന്ന് നമ്മുടെ കഷ്ടകാല സമയത്താണ് നമ്മൾ പഠിക്കുന്നത്. നല്ല സമയത്ത് നമ്മൾ അത്രയും പഠിക്കത്തില്ല. നമ്മൾ യോബിൻ്റെ ബുക്കിൽ നോക്കുകയാണെങ്കിൽ യോബിന് എല്ലാ അനുഗ്രഹങ്ങളുണ്ട്, ദൈവത്തെക്കുറിച്ച് സ്നേഹവും കഴിയും. പക്ഷേ യോബ് പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോഴോ ഞാൻ അറിയുന്നു. അതായത് പ്രയാസം വന്നപ്പോൾ നേരിട്ട് കണ്ട അനുഭവം യോബിനുണ്ട്. നമുക്കും അതാണ്. ജീവൻ്റെ വഴിയാകുന്ന ക്രിസ്തു നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവൻ്റെ വഴികൾ എത്ര അഗോചരവും മഹത്വരവുമാണ്. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. നമ്മൾ ദൈവം തമ്പുരാൻ പറയുകയാണ്, നമുക്ക് വേണ്ടി അവൻ നമ്മുടെ വഴി അറിയുന്നവനാണ്. നീതിമാന്മാരുടെ വഴി അറിയുന്ന ഒരു ദൈവമാണ്. നമുക്ക് വേണ്ട ഭക്ഷണം നമുക്ക് തരുന്ന, വെള്ളം, ഭക്ഷണം, തണൽ എല്ലാം തരുന്ന ഒരു ദൈവമാണ്. അവൻ അത്യുന്നതൻ്റെ വഴി നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. സങ്കീർത്തനം 18:30 പറയും, ദൈവത്തിൻ്റെ വഴിയെ തികവുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വഴി നമ്മുടെ മുമ്പിൽ, യഹോവയുടെ വചനം തികവുള്ളതാണ്. രക്ഷയുടെ പാത തിരഞ്ഞെടുക്കാനായിട്ട് യെശയ്യാ 12 പറയുന്നുണ്ട്, രക്ഷയുടെ പാനപാത്രത്തിൽ നിന്ന് എടുത്തു കുടിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കാമെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ മുൻപേ വഴി നടത്തും. സങ്കീർത്തനം 37 പറയുന്നുണ്ട്, കർത്താവ് നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ വഴിയെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഈ സങ്കീർത്തനം 37 തന്നെ പറയുന്നുണ്ട്, നമ്മൾ ദൈവത്തിലാണ് ആലോചിച്ച് വഴി, ദൈവം പറയുന്ന വഴികളാണ് നമ്മൾ നടക്കുന്നത് എങ്കിൽ എത്ര വലിയ ശത്രു വന്നാലും നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് ശത്രുക്കൾ നമ്മളെ ഒത്തിരി ഉപദ്രവിക്കും. കർത്താവ് പറയും, കുറഞ്ഞെന്ന് കഴിയുമ്പോൾ ശത്രുവിനെ നീ കാണത്തില്ല. 37 എഴുതുന്നുണ്ട്. 37 പറയുന്നുണ്ട്, അവൻ പച്ച വൃക്ഷം പോലെ തഴച്ചു നിന്നു, കുറച്ചെന്ന് കഴിയുമ്പോൾ അവനെ കാണത്തില്ല. പറിച്ചെടുത്ത് ദൂരെ കളയുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്ത് ഭാരമാണ് ലോകത്തിലുള്ളത്! ഈ ലോകത്തിലെ സകല ഭാരങ്ങളും മരണത്തെ വരെ ജയിച്ചവനായ ദൈവം എൻ്റെ വഴികാട്ടിയായിട്ട് നിൽക്കും. കർത്താവ് പറയുന്നില്ലേ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അപ്പച്ചൻ വഴിയാണെന്ന് അപ്പച്ചനെ തന്നെ പറഞ്ഞു തരുന്നെങ്കിൽ പിന്നെ നമ്മുടെ അങ്ങോട്ട്. അതുകൊണ്ട് നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുക. അവൻ വഴിയായിട്ട് വരട്ടെ, അവൻ നമ്മുടെ മുമ്പേ പോകട്ടെ. അവൻ വെച്ച കാലുകളിലെല്ലാം നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും തലമുറകളും കാലു വെക്കരുത്. വഴി അവനാണ് നിരപ്പാക്കി തരേണ്ടത്. ചൊവ്വുള്ള വഴിയിൽ നടക്കെ, അത് നീതിമാന്മാരുടെ വഴിയാണ്. നമ്മൾ വഴികളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കർത്താവ് യെശയ്യാ 60 പറയുന്നുണ്ട്, എൻ്റെ മതിലുകൾക്ക് രക്ഷയെന്നും വാതിലുകൾക്ക് സ്തുതിയെന്നും. നിൻ്റെ ദൈവമാണ് നിൻ്റെ പ്രകാശം. കർത്താവ് പറയുന്നത്, ദുഷ്ടൻ്റെ വഴി നീ പോകരുത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപിയുടെ വഴിയിൽ നിൽക്കരുത്. പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. യഹോവയുടെ വചനത്തിൽ സന്തോഷിച്ച് അത് രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനായി മാറുകയാണ്. രാപകൽ ധ്യാനിക്കണമെങ്കിൽ അത് സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണ്. വചനം വായിക്കുന്നത് നമുക്ക് തേനിലും തേൻകട്ടയിലും മധുരമേറിയതായിട്ട് മാറണം. അന്നേരമാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ കൂടെ കർത്താവ് പറയുന്ന, കർത്താവിന് തികവുള്ള വചനം, ഊതിക്കഴിച്ച വചനം, നമ്മൾ ജീവൻ്റെ വചനം നമുക്ക് തന്നിരിക്കുകയാണ്. അതായത് കർത്താവിൻ്റെ വചനം ഉലയിലിട്ട് 7 വട്ടം ശുദ്ധീകരിച്ചതുപോലെയാണ്. ആ വചനം നമുക്ക് തരുമ്പോൾ ദൈവത്തെ ഭയപ്പെട്ടിട്ട് അവൻ്റെ വഴികളിൽ നടക്കണം. അങ്ങനെ നടക്കുന്നവൻ ഭാഗ്യവാനാണ്. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന കർത്താവ് പറയുന്നുണ്ട്, പാത നിരപ്പാക്കുവീൻ. അത് കർത്താവ് പറയുന്നത്, നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു ദൈവം, നമ്മളെ വഴികാട്ടിയായിട്ട് നിൽക്കുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 7:13 പറയുന്നത്, ഇടുങ്ങിയ വഴികളിലൂടെ നടക്കുവീൻ. സ്വർഗത്തിലേക്കുള്ള വഴി വിശാലമല്ല, അത് ഇടുങ്ങിയതാണ്. അവിടെ പല ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. പക്ഷേ അത് അതിജീവിക്കാനുള്ള വിശ്വാസം വചനത്തിൽ കൂടെയാണ് കിട്ടുന്നത്. അപ്പം വചനം പറയുന്നത്, അപ്പോൾ കർത്താവ് പിന്നെയും പുറകോട്ട് പോകുമ്പോൾ, എൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപമാണ്, എൻ്റെ പാതയ്ക്കത് പ്രകാശമാണ്. അപ്പോൾ എൻ്റെ കാല് വെക്കാനുള്ള വെട്ടമേ എനിക്കിപ്പോൾ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് ആ ജീവിതപരത്തിൽ യാത്ര എളുപ്പമല്ല.
അതുകൊണ്ടാണ് വളരെ സൂക്ഷിച്ചാണ് വിശ്വാസികളുടെ യാത്ര, സൂക്ഷിച്ചുള്ള യാത്ര. എടുത്തു ചാടി നമ്മളെയൊക്കെ പറഞ്ഞിട്ട് സാവകാശം, സാവധാനമുള്ള ഒരാത്മാവ്. ഈ പല ഡിവോഴ്സ് കേസസ് ഡീൽ ചെയ്യുമ്പോൾ ഞാൻ കാണാറുള്ളത്, സ്ത്രീകൾ എടുത്തു ചാടി അങ്ങോട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് അപ്പനെയും അമ്മയും വിളിക്കും. അപ്പനും അമ്മയും ഇപ്പം പറയും, എൻ്റെ മോളെ എന്നാ ഇങ്ങോട്ടേക്ക് പോരുന്നു. അവിടെ നിന്ന് പയറ്റി സ്നേഹത്തോടെ കാര്യം നേടിയെടുക്കാൻ എത്ര അപ്പനമ്മ ഇപ്പം പറഞ്ഞു കൊടുക്കും? പറയത്തില്ല. കാലം മാറിപ്പോയി. സത്യ വെളിച്ചത്തിൽ അവരെ നിർത്താൻ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അത് കഴിയുമ്പോൾ അവരുടെ ഈ ചെറുപ്പത്തിൽ അങ്ങേയറ്റത്തെ കംഫർട്ടിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ പഠിപ്പിച്ച ഒരു വിവാഹ ജീവിതം കഴിച്ചു കഴിയുമ്പം അവിടെ ചെന്നിട്ട് ആ വീട്ടിൽ ഒരു അധികാരിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അംഗമായിട്ട് അവിടുത്തെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പഠിക്കണമെങ്കിൽ എത്ര വർഷമെടുക്കും? അതിനു മുമ്പേ തിരിച്ചോടുകയാണ്. ബാലപാഠം പോലും അറിയാൻ വയ്യാതെ പഠിപ്പിക്കാതെ കല്യാണം കഴിപ്പിക്കുക. നമ്മൾ കർത്താവിൻ്റെ വഴികൾ അറിയാതെ, ജീവൻ്റെ വഴിയാകുന്ന ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ അറിയാതെ പോയാൽ എന്ത് ഗുണമാണ്? നമ്മൾ മനസ്സിലാക്കണം, എല്ലാ പ്രയാസങ്ങളിലും ഇപ്പോൾ ചെങ്കടൽ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ ചെങ്കടൽ മുമ്പിൽ നിൽക്കുമ്പോൾ ആ വഴി തുറക്കാൻ ദൈവം ഇറങ്ങി വന്നാലേ സാധിക്കത്തുള്ളൂ. അവിടെയുള്ള ആ മനുഷ്യരെല്ലാം ഭയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഭയമെന്ന് പറഞ്ഞാൽ ചെറിയ ഭയമല്ല. മുൻപിൽ കടൽ, പുറയിൽ ശത്രു സൈന്യം വരുന്നു. ജീവൻ പോകുന്ന ഭയമാണ്. ആ ഭയത്തിൻ്റെ സമയത്ത് മോശ എന്ന ഒറ്റ വ്യക്തി നിന്നതിനാൽ, മോശയാണ് ഒരാളായിട്ട് നിന്നതിനാൽ ദൈവം പറഞ്ഞു, എന്തിനാണ് നീ കരയുന്നതെന്നൊരു ചോദ്യം ചോദിച്ചു. എൻ്റെ കയ്യിൽ വടിയില്ലേ, വടിയെടുത്ത് നീട്ടെ എന്ന് പറഞ്ഞു. ഒരാൾ വഴികാട്ടിയായിട്ട് മോശ വടി നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായിട്ട് പിളർന്നു. അത്രയും ജനം, ഏകദേശം 20 ലക്ഷത്തോളം ആളുകൾ അന്ന് രാത്രി തന്നെ വഴി അത്രമാത്രം വിശാലമായിട്ട് ഉണങ്ങിയ നിലത്തൂടെ നടന്നുപോയി. എന്നാൽ ശത്രുക്കൾ കയറി വന്നപ്പോൾ ആ വഴി തന്നെ അടയുകയാണ് വെള്ളത്തിൽ. ഇന്നും നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ അറിയാവുന്ന അവർ മിസ്രൈമ്യർ പോയ സ്ഥലത്തെ ശവങ്ങളുടെ രഥങ്ങൾ അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. ഇതൊക്കെ ഹിസ്റ്ററിയും ഇതൊക്കെ ആബ്സല്യൂട്ട് ട്രൂത്തുമാണ്. ആവശ്യമുള്ളവർക്ക് ഇതൊക്കെ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ വഴികൾ നിരപ്പാക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമുക്ക് വേണ്ടി വഴി നിരപ്പാക്കി തന്നിരിക്കുന്നു. കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്തട്ടെ. സങ്കീർത്തനം 1 അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. വീണ്ടും കർത്താവിൻ്റെ പരിശുദ്ധാത്മ നമ്മളോട് പറയുന്നത്, ഞാൻ നിൻ്റെ സന്നിധിയിൽ, അതർത്ഥം നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണ്ണ, നിൻ്റെ വലതു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളും യഹോവയുടെ ആലോചനയെ നടക്കത്തുള്ളൂ. നമുക്ക് പല വിചാരങ്ങൾ കാണും. 1 പത്രോസ് 3:9 പറയുന്നുണ്ട്, നമ്മളെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. 1 പത്രോസ് 3:9 പറഞ്ഞു, നിങ്ങൾ ശകാരത്തിന് പകരം ശകാരം, ദോഷത്തിന് പകരം ദോഷവും ചെയ്യാതെ അനുഗ്രഹിക്കേണ്ടവരെ അനുഗ്രഹിക്കുവീൻ. നമ്മൾ അനുഗ്രഹിച്ചു കൊടുക്കുക. കർത്താവിൻ്റെ വഴികൾ എല്ലാവരുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന വചനം കൊണ്ടാണ്. കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ആവനാഴിയിൽ നിറയ്ക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ മുമ്പിൽ വന്ന് നിൽക്കുന്നു. വിശാലമായിട്ടല്ല, നാരോവായിട്ടുള്ള വഴി ദൈവം തുറന്നു തന്നിരിക്കുന്നു. നമുക്ക് പോകാനുള്ള വഴിയിൽ കൂടെ പോകാൻ ദൈവം കൈക്ക് പിടിച്ച് നടത്തട്ടെ, തലമുറകളെയും നടത്തട്ടെ. പ്രാർത്ഥിക്കാം. നാഥാ, വഴിയും സത്യവും ജീവനുമാകുന്ന ദൈവം ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് നീതിമാന്മാരുടെ വഴി എന്തെന്ന് പറയുന്നത് വചനാടിസ്ഥാനത്തിൽ സത്യമർമ്മങ്ങളെ മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നിന്ന് അപ്പച്ചൻ ഞങ്ങളെ കൈക്ക് പിടിച്ച് നടത്തുന്ന വഴിയിലേക്ക് പോകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. അതിൽ സന്തോഷിക്കുന്ന ഒരു ഹൃദയം ഞങ്ങൾക്കും തലമുറകൾക്കും തരണം. ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളും തലമുറയായിട്ട് ഈ സത്യദൈവത്തെ അറിയുന്നവരായിരിക്കണം. കർത്താവേ, നിൻ്റെ മഹത്വം അറിയട്ടെ എന്ന്, നിന്നെ ഒന്ന് കാണട്ടെ എന്ന് മോശ ചോദിച്ചപ്പോൾ നീ കാണിച്ചു കൊടുത്തു. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കൂടെ വസിച്ചു കഴിഞ്ഞു. അവിടുന്ന് കാണിക്കേണ്ടതെല്ലാം, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയ ജീവിതത്തിന് വേണ്ടതെല്ലാം അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ പലപ്പോഴും ഇരുട്ടിൽ നടക്കുന്നവരാണ്. ലോക ഇമ്പങ്ങളുടെ പുറകെ നടന്ന് ഞങ്ങളുടെ നിത്യമായ ജീവനെ നഷ്ടപ്പെടുത്താൻ ഇട്ടയാക്കാതെ ജീവവെളിച്ചമാവുന്ന നിന്നിൽ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ ഒരു പുതിയ ഹൃദയം നട്ടുതരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. തലമുറകളുടെ മേൽ നിൻ്റെ കൈ വെച്ചിട്ട്, നിൻ്റെ രക്തം പുരണ്ട കൈ കൊണ്ട് അവരുടെ തലമേൽ കൈവച്ച് നിൻ്റെ വഴിയിൽ അവരെ നടത്തണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരുന്നു കൊണ്ട് ദൈവത്തിൽ നിന്ന് ആലോചന ചോദിച്ച് യെശയ്യാ 11:2 പറഞ്ഞു, യഹോവയുടെ ആത്മാവിനെ തന്നെ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആലോചനയുടെയും ബലത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും പരിജ്ഞാനത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അവിടുന്ന് അത് ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.